നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്ന നിങ്ങൾ എങ്ങനെയുള്ളൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നാണ് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നതെന്നും അവർക്ക് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുകൂടിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക. കാരണം നിങ്ങൾക്കൊരു ബാഡ് കർമ്മ എനർജി കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് ആവുകയുമില്ല കേട്ടോ. ടാറോ റീഡിങ്സുകളിൽ റിലേഷൻഷിപ്പ് റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പേഴ്സൻ്റെ മൈൻഡാണ് നമ്മൾ റീഡ് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കുക. അതിൽ നിങ്ങൾ നൽകുന്ന എനർജി കൂടിയാണ് അത് എത്രത്തോളം പെർഫെക്റ്റ് ആവണം എന്നുള്ളതിന് കാരണമാകുന്നതെന്ന് മനസ്സിലാക്കുക. പാസ്റ്റിലെ ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും പ്രസൻറ്റ് ആണെങ്കിലും നിങ്ങൾക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഏത് ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകുന്ന ഒരു ഡിവൈൻ ഗൈഡാണ് ടാറോ റീഡിംഗ് എന്ന് മനസ്സിലാക്കുക. അതിനെ അതിൻ്റേതായ ഭക്തിയോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഒരാളല്ല 100 പേരോളം നമ്മൾക്കത് മനസ്സിലായി കഴിഞ്ഞു. നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ അവർ പോലും അറിയാതെ സംഭവിച്ചിരിക്കുന്ന ഹീലിങ്, അവർ ഒരു സ്ട്രെങ്ത് എനർജിയിലേക്ക് മാറും. ഒരു സ്ട്രോങ് ആയൊരു പവർ മൈൻഡിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറാൻ പറ്റുമെന്നത് 100% ഉറപ്പാണ്. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിയിട്ട് നമുക്ക് സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി മാത്രമാണ് കേട്ടോ കണക്റ്റഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ഓവറോൾ എനർജി ഇതിന് പൂർണ്ണമായും കിട്ടും. നിങ്ങളതൊരു മാനിഫെസ്റ്റേഷൻ പോലെ കണക്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. നമുക്കിവിടെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റിസ് എനർജി തന്നെയാണ് കേട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് വളരെയധികം ബാലൻസ് ചെയ്യാനുള്ള, അതായത് ഏത് സിറ്റുവേഷൻസിനെയും നിങ്ങൾ അതിജീവിക്കാൻ പവറുള്ള, അതുപോലെ ഒരു ജസ്റ്റിസ് എനർജിയിൽ നീതിപൂർവ്വം മാത്രം കാര്യങ്ങളെ കാണുന്ന, അതായത് ഒരു ഈക്വാലിറ്റി മൈൻഡ്, അതായത് ചെറിയവരെന്നോ വലിയവരെന്നോ ഒന്നുമില്ല, അതൊരു എന്താ പറയുക, ഒരു പവിത്രമാകുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ. ഒരു ജസ്റ്റിസ് എനർജി ഉള്ള, അതായത് ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെങ്കിൽ തെറ്റാണെന്നും വ്യക്തമായിട്ട് വിധിക്കാൻ മനസ്സുള്ള, തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന, ഉള്ളിലൊന്നും വെച്ച് പുറമേ പ്രകടിപ്പിക്കില്ലാത്ത ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണ് നിങ്ങളെന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല നിങ്ങളെ ഒരു എന്താ പറയുക, ഒരു ദൈവീകമാകുന്ന ഒരു ഡിവൈൻ എനർജിയോടുകൂടി അവർ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു ഇന്നർ പവറുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഒരു മാനിഫെസ്റ്റേഷൻ പവർ എനർജിയുള്ള, അതല്ലെങ്കിൽ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പേഴ്സൻ്റെ എനർജി പോലെ നിങ്ങളുടെ ആ ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളോടൊരു നീതി പുലർത്തേണ്ടതായിരുന്നുവെന്നും നിങ്ങളെ ആഴത്തിൽ അറിയേണ്ടതായിരുന്നുവെന്നും ഈ ഒരു പേഴ്സൺ കുറ്റബോധത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. മാത്രവുമല്ല ഒരു അതായത് ഒരു ചൈൽഡ് ഗുഡ് എനർജി, അതായത് എപ്പോഴും ഒരു കുട്ടിത്തം നിറഞ്ഞ ഒരു എനർജി നിങ്ങളിലുണ്ട് എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ.
നിങ്ങളെ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെയുള്ള ഒരു എനർജി അവർ ശരിക്കും കണക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, ഒരു ഫ്യൂച്ചർ എനർജിയൊക്കെ അവർ വളരെ ആഴത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അത്ര പ്രഷ്യസായ ഒന്നാണ് നിങ്ങളെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചും നിങ്ങളുടെ എനർജിയെ സംബന്ധിച്ചും ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റിലേഷനിൽ കുറച്ച് ആളുകളുടെ എനർജിയൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയാണ്, ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ മാത്രം കണ്ടുമുട്ടേണ്ടി വരുന്നവർ. ചിലരെ സംബന്ധിച്ച് എയർ ട്രാവലിംഗ് എനർജി, ഒരു എബ്രോഡ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ റീഡിങ്സിലും നമുക്ക് എബ്രോഡ് എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്റ്റഡ് ആകാറുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ നല്ലൊരു മൂമെൻറ്റ്സ്, ഒരു മാറ്റം അവർ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും അവരുടെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ട്. അവരിപ്പോൾ വെയിറ്റിംഗ് ചെയ്യുന്നു, ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുവെങ്കിലും ശരിക്കും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ആവാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു സ്മെല്ലായിട്ടോ മറ്റെന്തെങ്കിലും സൈനായിട്ടോ, ചിലപ്പോൾ ഇവരുടെ ഒരു സൗണ്ട് പോലുള്ള ഇവരിലെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഇവരെന്നുള്ളത് 100% ഉറപ്പാണ്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരുടെ ഒരു പേര് കേൾക്കേണ്ടി വരിക, ഇവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് മറ്റേതെങ്കിലും സിറ്റുവേഷൻസിലൂടെ കടന്നു വരുന്നൊരു സാഹചര്യം. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇവരെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പോസ്റ്റുകളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇവരോട് സാമ്യമാകുന്ന, ഇവരുമായിട്ട് കണക്റ്റഡ് ആകുന്ന മറ്റ് എനർജികളുടെ എല്ലാം സിറ്റുവേഷൻസ് നിങ്ങളിൽ കണക്റ്റഡ് ആകാറുള്ള പോലെ, അതായത് ഒരു ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. ശരിക്കും ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ ആരായാലും, അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ, തീർച്ചയായിട്ടും ഒരു മാനിഫെസ്റ്റേഷൻ എനർജി സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കുന്ന സമയം ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വളരെയധികം കോൺഫ്ലിക്റ്റ്, അതായത് ചിലപ്പോൾ പെട്ടെന്ന് ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം നിങ്ങൾ. ചിലപ്പോൾ നിങ്ങളും ഈ ഒരു പേഴ്സണും അല്ലെങ്കിൽ മറ്റു പലരുമായിട്ട് നിങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളിലൊരു ന്യായമുണ്ട്. നിങ്ങൾ ആരുമായിട്ട് എന്ത് പ്രോബ്ലംസ് ഉണ്ടാക്കിയാലും, നിങ്ങൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിൽ 100% ഒരു ന്യായം ഉണ്ടായിട്ട് മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാറുള്ളൂ എന്നതുമെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴും വിജയിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെയാണെന്നും അവരൊരു ചിരിയോടുകൂടി അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മകൾ അവർക്കൊരു ആനന്ദമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുമായിട്ട് ചിലവഴിച്ചിട്ടുള്ള നിമിഷങ്ങളും അവർക്ക് ഒരുപാട് സന്തോഷം ലഭിച്ചിട്ടുള്ളതായിട്ട് അവർ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ അവർ ശരിക്കും ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളിലൂടെ തന്നെയാണ് എന്നത് അവർക്കും പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഒരു എനർജി എപ്പോഴും കുട്ടിത്തം വിട്ടുപോകാത്ത ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും നിങ്ങളിനിപ്പോൾ ഒരു മെച്യൂരിറ്റി ആയ ഒരു മദർ എനർജിയിലോ ഫാദർ എനർജിയിലോ ഒക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പം എപ്പോഴും കളി തമാശകൾ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്ന ആ ഒരു എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതിലവർ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങളെല്ലാം തികഞ്ഞ, അതായത് എല്ലാ സ്കിൽസും മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയൊരു പേഴ്സണാണ്, പവർ എനർജി ഉള്ള വ്യക്തിയാണ്, സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാനും മറ്റ് സിറ്റുവേഷൻസിൽ ലീഡർഷിപ്പ് എനർജിയിൽ നിൽക്കാൻ പറ്റുന്ന വ്യക്തികളാണെന്നും ഒക്കെ ഈ ഒരു പേഴ്സൺ ആഴത്തിൽ മനസ്സിലാക്കുക മാത്രമല്ല അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് എടുത്തുചാട്ടം നിങ്ങളിലുണ്ട്. ഒരു ശരിയും തെറ്റും നോക്കാതെ ചില കാര്യങ്ങളിൽ നിങ്ങൾ എടുത്തു ചാടുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നൊരു ക്യാരക്ടർ ആണെന്നും അവർക്കറിയാം. പക്ഷേ ഒരു മെച്യൂരിറ്റി കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏജിനോടനുസരിച്ചുള്ള ഒരു പക്വത നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം ഒരു പൂർണ്ണതയാണ് എന്നവർക്ക് അറിയാനും സാധിക്കുന്നുണ്ട്. അവരത് മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്തത് അവർക്കൊരു ദുഃഖമായിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. നിങ്ങളവരെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടെന്നും ആ ഒരു ബന്ധത്തെ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴൊക്കെയോ ഈഗോയുടെ പുറത്തോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസിൻ്റെ പുറത്തോ മറ്റാരുടെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പിൻ്റെ പുറത്തോ ഒക്കെ റിജക്റ്റ് ചെയ്തു എന്നതുള്ളത് അവർക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്
നിങ്ങളോട് ആ ഒരു പേഴ്സൺ കാണിച്ചു എന്നത് അവർക്ക് വളരെ നിരാശയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റ്, തീർച്ചയായിട്ടും ഒരുമിച്ചൊരു ജഡ്ജ്മെൻറ്റ് വേണമെന്നും അവർക്കൊരു ഇന്നർ കോളിംഗ് ലഭിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് അവർക്ക് വേണ്ടതാണ്. അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവർ സ്ട്രോങ് ആയ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയിലാണ്. 7 ഓഫ് പെൻറ്റിക്കിൾസ്, ഒരു കാത്തിരിപ്പിലാണ് അവർ. കാരണം അവരൊരു മെച്യൂരിറ്റിയോടുകൂടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗാർഡിയൻ എനർജിയിൽ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കണം. നിങ്ങൾക്ക് നൽകേണ്ട എല്ലാ പ്രൊട്ടക്ഷനും നൽകണം. അത് അവരുടെ ഒരു ഡ്രീമായിട്ടാണ് അവർ കാണുന്നത്. അവരൊരു സ്വപ്നം റിയാലിറ്റി ആവുക എന്നത് അവർ കാത്തിരിക്കാൻ തയ്യാറാണ്. കുറച്ച് കാര്യങ്ങൾ, അവർക്ക് ചുറ്റുമുള്ള കുറച്ച് പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ കാത്തിരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അവരെ എത്രത്തോളം ഫോളോ ചെയ്തോ, അവരുടെ പിന്നാലെ എത്രത്തോളം ചെന്നിട്ടുണ്ടോ, അതുപോലെ നിങ്ങളെ തേടി ആ ഒരു പേഴ്സൺ വരേണ്ട ഒരു ടൈം ഉണ്ടാകുമെന്നത് ആ ഒരു വ്യക്തി ആഴത്തിൽ ഭയത്തോടുകൂടി മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവരെ തേടി പോയതുപോലെ അവരുടെ പിന്നാലെ ചെന്നതുപോലെയും ആ ഒരു വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരേണ്ടി വരുന്ന ഒരു കാലം, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പെയിൻ അവർക്ക് ഡിവൈൻ മനസ്സിലാക്കി കൊടുക്കുമെന്നത് അവർക്കൊരു ഇന്നർ ഗൈഡൻസ് പോലെ ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചു പോയത് വളരെ സന്തോഷവും പോസിറ്റിവിറ്റിയും, ചിലർ സിംഗിൾ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ഒരു മാര്യേജിലേക്ക് എത്തിപ്പെട്ട ഈ ഒരു ബന്ധത്തിൽ പെട്ടെന്ന് ഡബിൾ എനർജിയുടെ പ്രസൻസ് കടന്നു വന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു പുതിയ തുടക്കം, വളരെയധികം ഇൻസ്പിറേഷനോടുകൂടി ഒരു എന്താ പറയുക, ഒരു പൂർണ്ണതയിൽ, ഇപ്പോൾ സിംഗിളായ എനർജികളാണെങ്കിൽ നിങ്ങൾക്കൊരു വിവാഹ ലൈഫ് എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക്, ആ ഒരു സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ എൻഡിങ്ങിലേക്ക് എത്താറായപ്പം അവിടെ ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നത് തന്നെയാണ് നിങ്ങളുടെ ജീവിതം രണ്ടവസ്ഥയിലേക്ക് പോയത്. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നോക്കുമ്പം ഒരു വലിയ സക്സസ്സിൽ, അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു വിജയത്തിലേക്ക് നിങ്ങൾ കുതിച്ചുയർന്നപ്പം അവിടെ ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നു. രണ്ട് സിറ്റുവേഷൻസിലേക്ക് രണ്ട് വ്യക്തികളെയും തിരിച്ചു വിട്ടു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഒരു നാവുദോഷമോ അസൂയയോ എല്ലാം ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്കിതൊരു വിധിയാണ്. ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ഇപ്പം നിങ്ങൾ ഒരിക്കലും കാണാതെയും മിണ്ടാതെയും നോ കോണ്ടാക്റ്റ് എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലൊരു വിധിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരുമിച്ച് ജീവിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ആയാൽ പോലും നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ പീരീഡ്, രണ്ട് സിറ്റുവേഷൻസിലേക്ക് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ഒരു വിധിയായിട്ട് തന്നെ കാണാൻ പറ്റണം. ഇത് എന്ത് ബന്ധമായിക്കോട്ടെ, ഇനി എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയാലും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലുള്ള ഈ ഒരു പെയിൻ എനർജി, ഈ ഒരു ശത്രുതാഭാവം ശരിക്കും ഒരു ശത്രുതാ എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങളും മനസ്സിലാക്കണം, നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കണം, ഇതിൻ്റെ ഇടയിൽ നെഗറ്റീവ് ആകുന്ന ഒരു എനർജിയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് രണ്ട് ധ്രുവങ്ങളിലൂടെ പോകേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കുക. വെയിറ്റിംഗ് ചെയ്യുക. അതായത് കാത്തിരിപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത് സൺറൈസിങ് ആണ് കേട്ടോ. ശക്തമാകുന്ന ഒരു സക്സസ് ആണ്, വലിയ രീതിയിലുള്ള ഒരു വിജയത്തിൻ്റെ ഒരു ഫ്യൂച്ചറാണ് നിങ്ങളിൽ ഇരിക്കുന്നത്. കാത്തിരിക്കുക, വെയിറ്റിംഗ് ചെയ്യുക എന്നത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസുകൾ, ഒരു എന്താ പറയുക, പരീക്ഷണം പോലെ തെറ്റായ ചില കാര്യങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ വ്യക്തിയിലും വന്നു ചേരുമെന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസുകളെല്ലാം, ആ പരീക്ഷണങ്ങളെയെല്ലാം തരണം ചെയ്ത് അതിനെയെല്ലാം മറികടന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സക്സസ്, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഒരു സക്സസ് എനർജിയിലേക്ക് നിങ്ങളുടെ റിലേഷനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റും. കാരണം വെയിറ്റിംഗ് ചെയ്താൽ, ക്ഷമയോടുകൂടി നിങ്ങളും ആ ഒരു വ്യക്തിയും വെയിറ്റിംഗ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ഗുഡ് ലക്ക് എനർജി അല്ലെങ്കിൽ ഒരു വലിയ ഗ്രോത്ത്, ആ ഒരു ഡബിൾ എനർജി എന്ന പ്രസൻസിൻ്റെ ഓപ്പോസിറ്റായ വീൽ ഓഫ് ഫോർച്യൂൺ, കാലം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പോസിറ്റീവായ ഒരു അതായത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിൽപ്പെട്ട വ്യക്തി തന്നെയാണിത്. നിങ്ങളുടെ വിധിയിലുള്ള ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. പ്രതിസന്ധികളെയും കാർമിക് സിറ്റുവേഷൻസിനെ എല്ലാം മറികടന്ന് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ഹാർട്ട് ബ്രോക്കണും കൺഫ്യൂഷൻ എനർജി എല്ലാം ചേഞ്ചിങ് ആവും. കാരണം ഒരു മിറാക്കിൾ സംഭവിക്കും ഈ ഒരു റിലേഷനിൽ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ക്ഷമയെ
ഡിവൈൻ തന്നെ പരീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു അഡ്വൈസ് തേടേണ്ടി വരിക. നിങ്ങളുടെ ബന്ധത്തിനകത്ത് എന്തെങ്കിലും വിള്ളലോ നിങ്ങൾക്ക് ഒരു രീതിയിലും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ, ഒരു കൗൺസിലറുടെയോ അതല്ലെങ്കിൽ മതപരമാകുന്ന ഒരു മതപണ്ഡിതനിൽ നിന്നോ ഒരു നല്ലൊരു അഡ്വൈസ് തേടുക. രണ്ടു വ്യക്തികളും ചേർന്ന് ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമയോട് വെയിറ്റിംഗ് ചെയ്താൽ, പോസിറ്റീവായ മനസ്സോടും പോസിറ്റീവായ ശുദ്ധമാകുന്ന ശരീരത്തോടും കൂടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. ആ ഒരു പേഴ്സണും നിങ്ങൾക്കും ഒരുമിച്ചൊരു റീയൂണിയൻ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടു കൂടി ഒരു റീയൂണിയൻ എനർജി 100% ഉണ്ടാകും. ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, ചിൽഡ്രൻസിനോടൊത്തുള്ള ഏറ്റവും സന്തോഷകരവും സ്ട്രോങ്ങുമായ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട്. വളരെ മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയും ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഫ്യൂച്ചറിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയും നിങ്ങളുടെ ലൈഫിലുണ്ട്. ഏത് പ്രശ്നങ്ങളെയും മാനേജിങ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കൺട്രോളിങ് പവറും വിൽ പവറും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ശരിക്കും ഒരു ഗ്രോത്തിലേക്കും സക്സസ്സിലേക്കും പോയി തീരും കേട്ടോ. നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും മറ്റ് തെറ്റുകളിലേക്ക് പോകാതെ വെയിറ്റിംഗ് ചെയ്ത് നിന്നാൽ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു ഡിവൈൻ അനുഗ്രഹത്തോടു കൂടി ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു എനർജി ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. കുറച്ച് സ്ട്രെസ് എനർജിയൊക്കെ ഉണ്ട്. കാരണം ഇതിനിടയിൽ ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി തരുന്നുണ്ട്. അതായത് എന്താ പറയുക, കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷനിൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ, നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ്സിന്. അതൊരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്നും വിട്ട് കളഞ്ഞിട്ടില്ല. പക്ഷേ പ്രതിസന്ധികളുണ്ട്, അതിനെ തരണം ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. ഒരു എലോൺ എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതും. അതുപോലെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കിയാൽ രണ്ട് വ്യക്തികളും ഒരുപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ബന്ധങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടില്ല, രണ്ടുപേരും വേറൊരു സിറ്റുവേഷൻസിലേക്ക് പോയിട്ടില്ല. ഈ ഒരു ബന്ധത്തിൻ്റെ നടുവിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രണ്ട് ദിശകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അവരും പ്രഷ്യസ് ആണ്, അവർക്ക് നിങ്ങളും പ്രഷ്യസ് ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സത്യം. എത്ര ദൂരമാണെങ്കിലും, എത്രത്തോളം നോ കോണ്ടാക്റ്റ് എനർജിയിലാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം കടന്നു പോകുന്നതെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് സക്സസ്സും നിങ്ങളുടെ ഒരു കൂടിച്ചേരലും തന്നെയാണ്. ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ് ഈ ഒരു റിലേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ ആ ഒരു ബന്ധത്തിലേക്ക് കൊടുക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടും നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ടേക്ക് പോകുക. പ്ലസ് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിൽ നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. അവർക്ക് നിങ്ങളെ എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർമിക് എനർജി നടക്കുന്നുണ്ട്. ഒരു പാസ്റ്റ് ലൈഫിൽ ഒരു കർമ്മ നിങ്ങളുടെ ബന്ധത്തിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെയോ ആ ഒരു പേഴ്സൻ്റെയോ മുൻകാല പ്രവർത്തികളുടെ ഫലമായിട്ടുണ്ടായിരിക്കുന്ന ഒരു കർമ്മ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് ഒരു കൺഫ്യൂസ്ഡ് എനർജി നിങ്ങളുടെ വ്യക്തിക്ക് ബന്ധത്തെ സംബന്ധിച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അതായത് പാസ്റ്റിലെ പോലെ ഈ ഒരു റിലേഷൻ വീണ്ടും കണക്റ്റഡ് ആകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സണെ ശരിക്കും വലയ്ക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കൂടാതെ തന്നെ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അവർ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കരിയർ പാതയെ ബേസ് ചെയ്ത് അവർ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു സ്റ്റഡി എനർജിയിലാണ് അവർ നിൽക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയതായിട്ട് ലൈഫിൽ ക്രിയേറ്റിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ എന്തോ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണെങ്കിലും ഇവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് ചെല്ലുന്നുണ്ട്. ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ പല രീതിയിലുള്ള സിറ്റുവേഷൻസുകൾ ചെല്ലുമ്പോഴും അവർക്ക് പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന നിങ്ങളെ തന്നെയാണ്. നിങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. മറ്റുള്ളതിനെ ഒന്നും അവർ റിജക്റ്റ് ചെയ്തിട്ടില്ല. അവരുടെ മുന്നിൽ നിൽപ്പുണ്ടെങ്കിലും അവർക്ക് ടോട്ടലി നോക്കുമ്പോൾ പ്രഷ്യസ് ആയിട്ട് ഏറ്റവും പൂർണ്ണതയുള്ള, ഏറ്റവും മനോഹരമായ ഒന്ന് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് നല്ലൊരു ട്രാജഡി എനർജി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു തകർച്ച അല്ലെങ്കിൽ
ഒരു നഷ്ടപ്പെടൽ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു എന്താ പറയുക, തലകുത്തൻ എത്രത്തോളം ഉയരത്തിലേക്ക് നിങ്ങൾ പോയോ അത്രത്തോളം താഴേക്ക് വീണു പോയ ഒരു അവസ്ഥയാണ് ഈ ഒരു ബന്ധത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്ന. ഒരു വലിയ തകർച്ച, ഒരു ട്രാജഡി നിങ്ങൾ നേരിട്ടിട്ടുണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത്. പക്ഷേ ആ ഒരു റിലേഷനിൽ ഒരു വലിയ ചേഞ്ചിങ് വന്ന് ചേരുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഈ ഒരു വ്യക്തി ഒരു നിരാശയിലാണ്, നഷ്ടബോധത്തിലാണ്. കയ്യിൽ കിട്ടിയതിനെ കളഞ്ഞോ എന്നുള്ള ഒരു ഖേദം അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ട്. അവരൊരു ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത്. ഇമോഷൻസ് ഒന്നും അവർ പുറത്തേക്ക് കാണിക്കാതെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് അവരൊരു ബൗണ്ടറി തീർത്ത് വെച്ചിട്ടുണ്ട്. അവരെ ആരും മനസ്സിലാക്കരുത്, അവരുടെ ആ ഒരു മാനസികാവസ്ഥ, അവരുടെ വേദന മറ്റുള്ളവരൊന്നും മനസ്സിലാക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ ഒരു ബൗണ്ടറി തീർത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസുകളെ ഒന്നും അവർക്ക് സ്വീകരിക്കാൻ പറ്റാതെ അവരുടെ ആ നഷ്ടത്തിലേക്ക്, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും സംതൃപ്തമായിട്ട് തോന്നുന്നത് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു എനർജീനെയാണ്. ഒരു ജഡ്ജ്മെൻറ്റ് വേണം. അതായത് അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരിക എന്നതൊരു കുറവ് പോലെയാണ്, ഒരു ഈഗോ പോലെയാണ്. അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് വേണം, അവർക്കൊരു നീതി ലഭിക്കണം, ഈ ഒരു ബന്ധത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് നൽകുമെന്നത് 100% ഉറപ്പാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് ഡബിൾ എനർജിയാണ്. ഡബിൾ എനർജിയുടെ പ്രസൻസ് കുറയുന്നതനുസരിച്ച്, ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്നും കുറയുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും